ആനയുടെ പിണ്ടത്തിൻ്റെ ഉള്ളിലേ സ്നെഗ്ഗി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആനയൊക്കെ ചെരിഞ്ഞ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കിലോ കണക്കിന് പ്ലാസ്റ്റിക് ആയിരുന്നു ആനയുടെ ഒക്കെ വയറ്റിലുണ്ടായിരുന്നത്. സിംഹവാലൻ കുറുമ്പ് കുപ്പിയിലൊക്കെ വെള്ളം കുടിക്കുന്ന സാധനമൊക്കെ നമ്മൾ കാണുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽ. നിലമ്പൂർ നമ്മുടെ നാട് കാണിച്ചവരുണ്ട്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും അത്ര അധികം പ്ലാസ്റ്റിക് കുന്നുകൂടിയിരുന്നു. സുഹൃത്തുക്കളായിട്ട് കുറച്ച് ആളുകളുണ്ട്. ഞങ്ങൾ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ നാടുകാണിയിലൊരു ക്ലീനിങ് പരിപാടി ചെയ്യാം. കാരണം നാടുകാണിനെ കുറിച്ച് കണ്ട് പിന്നെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നാടുകാണിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ ഒരു ഹൃദയഭാഗമായിട്ടുള്ളൊരു ഏരിയയാണ് നാടുകാണി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലേക്കുള്ള വനത്തിലേക്ക് 4 കിലോമീറ്റർ നാടുകാണി ചുരം, അതുപോലെ കേരളത്തിൽ 10 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു 10 കിലോമീറ്റർ കാനനപാത പല രൂപത്തിലുള്ള കാടുകൾ ചേർന്നതാണ്. നിത്യഹരിതവനം മുതൽ വരണ്ട കാടുകൾ വരെയുള്ള മുളക്കാടുകളൊക്കെ ഉള്ള കാടാണ് നാടുകാണിപ്പാത. ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫോറസ്റ്റാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. ലോകത്തിൽ തന്നെ എൻഡമിക് ആയിട്ടുള്ള സിംഹവാലൻ കുരങ്ങളുള്ളത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലാണ്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് സൈലൻറ്റ് വാലി കാടുകളിൽ മാത്രമാണ് സിംഹവാലൻ കുരങ്ങ് എന്നുള്ളതാണ്. അപ്പം സൈലൻറ്റ് വാലി കാടുകളിൽ മാത്രമല്ല, നെല്ലിയാമ്പതിയിലും ഗവിയിലും ഒക്കെ എന്തുണ്ട്, സിംഹവാലൻ കുരങ്ങ് കേരളത്തിലുണ്ട്. അപ്പോഴാണ് ഒരു സമയത്ത് നാടുകാണിയിലൂടെ പോകുന്ന സമയത്ത് സിംഹവാലൻ കുരങ്ങെന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ അത്ഭുതപ്പെടുകയാണ് സിംഹവാലൻ കുരങ്ങിനെ. അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള കനോപ്പിയിലാണ് സിംഹവാലൻ കുരങ്ങിനെ കാണാൻ പറ്റുക. ഈ സിംഹവാലൻ കുരങ്ങൊക്കെ നിൽക്കുന്നത് മണ്ണിലും നിലത്തൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊന്നും മനസ്സിലായില്ല. അപ്പോൾ മനുഷ്യന്മാർ എന്ത് ചെയ്യുക, നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇവരെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുകയാണ്. ഇതൊരു ഭയങ്കര മോശമായിട്ടുള്ള പ്രക്രിയയാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് രസം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യും, ഇവർ കഴിക്കും. നമ്മളെ കണ്ണിൽ ശ്രദ്ധയിൽ പെടുന്ന സിംഹവാലൻ കുറുമ്പ് കുപ്പിയിലൊക്കെ വെള്ളം കുടിക്കുന്ന സാധനമൊക്കെ നമ്മൾ കാണുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ പ്ലാസ്റ്റിക് അത്രയും വിപത്തായിട്ട് നാടുകാണി ചുരത്തിലുണ്ട്. ആനയുടെ പിണ്ടത്തിൻ്റെ ഉള്ളിലേ സ്നെഗ്ഗി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആനയൊക്കെ ചെരിഞ്ഞ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കിലോ കണക്കിന് പ്ലാസ്റ്റിക് ആയിരുന്നു ആനയുടെ ഒക്കെ വയറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ദഹിക്കാതെയാണ് ഈ ആനയൊക്കെ ചെരിഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളാണ് അതൊക്കെ. ഇതിലൂടെ നിത്യേന വന്നു പോകുന്ന അന്യ സംസ്ഥാനക്കാരായ ലോറിക്കാർ, വിനോദസഞ്ചാരികളാണെങ്കിൽ അവരെ വീടുകളിൽ നിന്നോ മറ്റുള്ള കൊണ്ടുവന്നുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം ഇവിടെ റോഡിൽ പാർക്ക് ചെയ്തുകൊണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കാനന ഭംഗി നുകരുന്നതിന് വേണ്ടി നിർത്തുമ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ആനകളും അതുപോലെ മറ്റുള്ള വന്യജീവികളും ഇത് കഴിച്ച് വയറ്റിലാക്കിയിട്ട് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ എന്ത് ചെയ്ത് ഇങ്ങനൊരു ക്യാമ്പയിനിങ്ങിനെ കുറിച്ച് കണ്ട് പോസ്റ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ മാസ് ക്ലീനിങ് പരിപാടിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള റെസ്പോണ്ട് ചെയ്ത് പല സ്ഥലത്തു നിന്നും 529 എൻട്രികൾ നമുക്ക് വന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് ഈ ഒരേപോലെ മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്തു. റീക്യാപ്ചർ എർത്ത് എന്ന് പറയുന്ന ഒരു ടീം ഞങ്ങൾ ഉണ്ടാക്കി. ഈ ഒരു ടീം ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്ത് ഈ ഒരു സാധനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സമയം ഇതിനു വേണ്ടി വെച്ചു. അന്നേ ദിവസം രാവിലെ 8 മണി മുതൽ 11:30 മണി വരെയുള്ള സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ഇതായി. അപ്പോൾ സന്മനസ്സുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ഇതിലേക്ക് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു, ഗ്ലൗസ് തന്ന് സഹായിച്ചു. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ സഹായം നൽകി. നോർത്ത് DFO ഉൾപ്പെടെ, നോർത്ത് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ, ഡെപ്യൂട്ടി റേഞ്ചറായിട്ടുള്ള ജലീൽ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് സഹായിച്ച ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ വാട്സപ്പിലൊക്കെ ഉള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അപ്പോൾ നമ്മളെ സഹായിച്ചൊരു ടീം നിലമ്പൂർ GPS അറിയുന്നൊരു ടീമാണ്. അവരെന്ത് ചെയ്തു, നമുക്ക് അവരുടെ വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ വിട്ടുന്നിട്ട് ഈ ആളുകളെ കൊണ്ടുവിടാനും ചെന്നെത്തിക്കാനൊക്കെ ആയിട്ട് ഈ ആളുകളൊക്കെ നമ്മൾ സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം. ഇത് ശരിക്കും ഒരു സ്റ്റുഡൻസിൻ്റെയും ഒരു നാട്ടുകാരുടെയൊക്കെ വിജയമാണിത്.
1250 കിലോ പ്ലാസ്റ്റിക് അതുപോലെ മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാ. അതിൽ ഡയപ്പേഴ്സ് മാത്രമായിരുന്നല്ലോ 800 കിലോഗ്രാം ഡയപ്പേഴ്സ് മാത്രമാണ്. നമ്മൾ വീട്ടിൽ നമ്മളെ മക്കളെ അപ്പിയും പിന്നെ മൂത്രമൊക്കെ ഉള്ള ഡയപ്പേഴ്സ് 800 കിലോഗ്രാം നാട് കാണിച്ചുരത്തിലാണ് വലിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് മാത്രമാണ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഈ കാനനപാതയിലൊക്കെ ഈ ചുരത്തിൻ്റെ ഒക്കെ അടിയിലേക്ക് എറിഞ്ഞൊന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വലിയൊരു മല തന്നെ ഉണ്ടായിരിക്കും. നമ്മളൊക്കെ ഇവിടെ കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വേസ്റ്റൊക്കെ ഇടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 10 കിലോമീറ്ററാണ് നമ്മൾ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്തത്. തമിഴ്നാട് നമുക്ക് സ്പെഷ്യലായിട്ട് പെർമിഷനൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ 4 കിലോമീറ്റർ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. 20 സോണുകളായിട്ട് തിരിച്ചു. ഓരോ 1/2 കിലോമീറ്റർ വെച്ചിട്ട് സോണുകളായി തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ 25ഓളം കുട്ടികളെ വെച്ചിട്ട് ഈ ക്ലീനിങ് പരിപാടി തുടങ്ങി. ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവസാനിച്ചു. പ്രകൃതി ഇങ്ങനെ പച്ച കളറിൽ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നമ്മളതിൽ മാലിന്യം നിക്ഷേപിക്കുകയാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. നമുക്കും വൃത്തികേടാണ്, കാണുന്നവർക്കും വൃത്തികേടാണ്. അപ്പോൾ നല്ല രസകരമായിട്ടുള്ള ലോകമാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ സ്നെഗ്ഗിയും വേസ്റ്റൊന്നും ഇടാനുള്ളൊരു സ്ഥലമല്ല കാട്. നമുക്ക് ഓക്സിജനും വെള്ളവും ഒക്കെ തരുന്നൊരു സ്ഥലമാണ് കാട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് എല്ലാ സമയത്തും ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ള പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലത്ത് ഇനി എന്ത് ചെയ്യരുത്, നിങ്ങൾ വേസ്റ്റ് നിക്ഷേപിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ കാരണം ഒരു സ്ഥലത്തും അലസമായിട്ട് പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊന്നും വലിച്ചെറിയില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തു ഞങ്ങൾ.